ഹായ് ഹലോ. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു കടായിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഇതൊന്ന് വറുത്തെടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വറുത്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്ത് കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഇനി ഈ നെയ്യിലേക്ക് തന്നെ സേമിയ ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്ത സേമിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിലും ഒന്ന് നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അതും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് കളർ ആവണ്ട, അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഡയറക്റ്റായിട്ട് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിന് ശേഷം പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പാൽ പിരിയുന്ന ഒരു പ്രശ്നം വരില്ല. ഞാനിതിലേക്ക് 1 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടുള്ള പാല് തന്നെ ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ആ പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് ചവ്വരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ചവ്വരി ഒരു പകുതി വേവായി വരട്ടെ. ഇളക്കി കൊടുത്ത് വേണം കേട്ടോ നമ്മളത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പാട കിട്ടും. എന്താ ചവ്വരി ഒന്ന് പകുതി വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കായയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പഞ്ചസാര ചേർത്തിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം.
ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.